ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ സ്റ്റൂ ആണേ. അപ്പോൾ നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റൂവും ബ്രെഡും ആയിരുന്നു. ആദ്യം നമുക്ക് ചിക്കനൊക്കെ വെള്ളത്തിയിട്ട്, ഞാൻ തലേ ദിവസം മേടിച്ച ചിക്കനായിരുന്നേ, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് വച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലിച്ച്. പിന്നെ കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലോട്ട് ആദ്യം മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാല, ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയിരുന്നു കേട്ടോ. അപ്പം അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി. പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ലല്ലോ, നല്ല വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അപ്പം കുരുമുളക് പൊടിയാണ് ഇതിന് മെയിനായിട്ട്, എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി. പിന്നെ ഒരു നാരങ്ങയുടെ നീര്, കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് 2 മുളക്, പച്ചമുളക് നടുവേ കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു സവാള നീളനെ കീറി അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത്, ഞാൻ കൈവച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ഫിസിലേ കേട്ടിട്ടുള്ളേ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 ഫിസിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടേ കുറച്ച് നെയ്യ് ഒഴിച്ച് കിസ്മിസും കാഷ്യൂനട്ടും കൂടിയിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടേ. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ഗ്രാമ്പു, 1 ഏലക്ക, കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകവും ചെറിയ കഷ്ണം പട്ടയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മൂത്ത് നല്ല മണമായി വരുമ്പോൾ നമുക്കിതിലോട്ട് വേറൊരു സവാള, നമ്മൾ ആദ്യം ഒരു സവാള കട്ട് ചെയ്ത് നമുക്ക് ചിക്കനിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സവാളയും കൂടെ നീളനെ കട്ട് ചെയ്ത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് പച്ചമുളക്, വേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി വശക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് തട്ടി കൊടുക്കാം. ഇത് തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ മിക്സിയിൽ അരച്ച് നല്ല തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം. ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിലോട്ട് ഈ ചിക്കനും അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ വേവിച്ചതും അതിൽ കുക്കറിലിരുന്ന വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴേ സമയം നമുക്ക് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും വേണം. അതെടുത്ത് മാറ്റി വെച്ചെടുക്കാം. ആദ്യം നമുക്കിതിലോട്ട് 2-ാം പാല്, 1-ാം പാൽ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 2-ാം പാലെടുത്ത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ ദിവസം കൊണ്ട് പറയുമായിരുന്നു സ്റ്റൂ ഉണ്ടാക്കി കൊടുക്കാനെന്ന്. മുന്നേ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിനും ബ്രെഡിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ തിളച്ചൊന്ന് കുറുകി 2-ാം പാൽ വരുമ്പോൾ നമുക്കിതിലോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരത്തെ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ബ്രെഡാണെങ്കിൽ ആവി കയറ്റിയതാണ് കേട്ടോ. ആവി കയറ്റേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇവിടുത്തെ അഞ്ജലി ബേക്കറിയിൽ നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്രെഡായതുകൊണ്ട് ആവി കയറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവിയും കൂടെ കയറ്റിയപ്പോൾ നല്ല സ്പോഞ്ച് കണക്കിരിക്കുമായിരുന്നു കേട്ടോ. അതിലോട്ടൊന്ന് ബ്രെഡിൽ ആ സ്റ്റൂവൊക്കെ ഒഴിച്ച് നല്ല കുതിർത്ത് കഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്റ്റൂവും ഇഷ്ടമായാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു.